ഇന്ന് ഞാൻ രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടി തട്ടിക്കൂട്ട് ഒരു റൈസും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് 2 കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മസാലയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം 3 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ ഏലക്ക, കറിവേപ്പില, പെരിഞ്ചീരകം ചതച്ചതും, പിന്നെ 2 ഗ്രാമ്പും ഇത്തിരി പട്ടയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അരമുറി സവാള അരിഞ്ഞൊന്നും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ 1 ഗ്ലാസ് ബിരിയാണി റൈസ് കഴുകി വെള്ളമൊക്കെ തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് പച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും അരമുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് കുക്കർ അടച്ച് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത കുക്കർ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് 3 ചെറിയ സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്കിതിലോട്ട് അരമുറി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുക്കർ അടച്ച് ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുക്കർ അടച്ച് അതും ഒരു ഒറ്റ വിസിൽ കേൾപ്പിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ അരി വേകാൻ വെച്ചിരുന്ന കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അതോടനെ ഓഫ് ചെയ്യണം. എന്നിട്ട് ആവിയെല്ലാം പോയതിന് ശേഷമേ ആ കുക്കർ തുറന്ന് നോക്കാവൂ കേട്ടോ. അപ്പോൾ അരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് കാണും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ സവാളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ, ഒരു ടേസ്റ്റിന് വേണ്ടി പഞ്ചസാരയും കുറച്ച് പെരിഞ്ചീരകം ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇതിലേക്കിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഓരോ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി റൈസ് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ പപ്പടം, സലാഡ് എന്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ മുട്ടക്കറിയും കുറച്ച് നാരങ്ങ അച്ചാർ, പിന്നെ വെളുത്തുള്ളി അച്ചാർ, കുറച്ച് മുളക് ചമ്മന്തിയും കുറച്ച് കട്ടത്തൈരും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഞെരടി ഒരൊറ്റ പിടിയും കുടിക്കുക. സൂപ്പറാണ്, അടിപൊളിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. 2 കുക്കർ മതി, 10 മിനിറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.